ശബരിമല ആഗോള അയ്യപ്പ സംഗമം വിവാദത്തിലായി. ഇതേ സംബന്ധിച്ച് SIT അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം എന്തിനാണ് നടത്തിയെന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്താണ് അതിനുള്ള പ്രയോജനം? അയ്യപ്പന് ശബരിമലയ്ക്കോ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിനോ ഒരു പ്രയോജനവും ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഉണ്ടായിട്ടില്ല. അതിൻ്റെ ആവശ്യവുമില്ല. ശബരിമല അയ്യപ്പനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു സംഭവം നടത്തേണ്ട ആവശ്യമില്ല. അത് കാലാകാലങ്ങളായി അയ്യപ്പൻ്റെ ശക്തിയും അയ്യപ്പനോടുള്ള ആൾക്കാരുടെ ആദരവും കൂടിക്കൂടി വരുന്ന സംഭവമാണ്. അത് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് ശബരിമലയിലെ അയ്യപ്പ സംഗമം എന്തിനു നടത്തി? ആഗോള അയ്യപ്പ സംഗമമായിട്ട് അത് ഇത്ര ദുർച്ചെലവ് ചെയ്ത് എന്തിനു നടത്തി എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാകാത്തത്. അതിൻ്റെ തുടക്കത്തിൽ അത് സ്പോൺസർഷിപ്പ് കൂടിയാണ് നടത്തുന്നത്. ശബരിമലയ്ക്ക് ദേവസ്വം ബോർഡിനൊന്നും 5 പൈസ ചിലവില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതിന് സ്പോൺസേഴ്സ് ഉണ്ട് എന്നും തുടക്കത്തിൽ പറഞ്ഞെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പണം ആ സമയത്ത് വന്നു ചേർന്നില്ല. അതുകൊണ്ട് ആ സ്പോൺസേഴ്സ് ആ പണം എത്തിച്ചില്ല. അത് പിന്നാലെ വന്നുകൊള്ളും. ആ പണം വരാനായിട്ട് അല്പം താമസിക്കുന്നു. അതുകൊണ്ട് ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമം എത്രയും പെട്ടെന്ന് നടത്തണം. അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം. അതിന് 3,40,00,000 രൂപ ദേവസ്വം ബോർഡിൽ നിന്ന് അഡ്വാൻസ് കൈപ്പറ്റാം. എന്നിട്ട് അത് സ്പോൺസറിൽ നിന്ന് തിരിച്ചടയ്ക്കാം എന്ന വ്യവസ്ഥയിൽ. കാരണം ദേവസ്വം ബോർഡിനോ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു സംഭവത്തിനോ ഒരു ചെലവും വരാനില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത് നടത്തണം എന്ന് തൽപര കക്ഷികളൊക്കെ ബഹളമുണ്ടാക്കി. അങ്ങനെ 3,40,00,000 രൂപ ചെലവാക്കി ആഗോള അയ്യപ്പ സംഗമം നടത്തി. പമ്പാ തീരത്ത് വലിയ കോട്ട പോലെ ചില ഷെഡുകളെല്ലാം കെട്ടി എയർ കണ്ടീഷനൊക്കെ ഉണ്ടാക്കി. അതുപോലെ വലിയ VIP ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തു. മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ 10,000-3,000 പേർക്ക് ഇരിക്കാവുന്ന ഹാള് വളരെ ശുഷ്കമായിരുന്നു. 100-300 പേരോ അവിടെ ഇവിടെയൊക്കെ ചെതറിയിരിക്കുന്നതാണ് നമ്മളൊക്കെ ഈ ചാനലിൽ കൂടി കണ്ടത്. എന്തിനാണ് ഇങ്ങനൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പണം ദൂർത്തടിക്കുന്നത്? എന്തിനാണ്? അതേപ്പറ്റിയൊക്കെ വിമർശനം വന്നപ്പം അത് ദേവസ്വം ബോർഡിൻ്റെ പണമൊന്നും ചിലവാതെ സ്പോൺസേഴ്സ് നടത്തുന്നതാണ്. ശരി, നടന്നോട്ടെ, നടത്തിക്കോളൂ. പക്ഷേ ഇത്രയും ദിവസങ്ങളായിട്ടും ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും സ്പോൺസറെ കാണാനില്ല. 3,40,00,000 രൂപ ഈ ദേവസ്വം ബോർഡിൽ എത്തിയിട്ടുമില്ല. അത് ദേവസ്വം ബോർഡിൻ്റെ കണക്കിലായി. അതിനി ആരുട്ട് തരാനും പോകുന്നില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള അഴിമതി? തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ അഴിമതി തന്നെയാണ്. ഏതായാലും ഹൈക്കോടതി ഈ കേസും കൂടെ അന്വേഷിക്കാനുള്ള ചുമതല SITക്ക് കൊടുത്തു കഴിഞ്ഞു. SITയുടെ പാരമ്പര്യ പരിശോധനയിൽ ചില കാര്യങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിൻ്റെ ചെലവിലാണ് നടത്തിയത്. പണം തിരിച്ചടവ് വന്നിട്ടില്ല എന്ന് വന്നിട്ടുണ്ട്. ഇതോടെ പ്രശ്നങ്ങൾ അഴിമതിയുടെ പുതിയൊരു തരം മേഖലയും കൂടി എത്തിക്കഴിഞ്ഞു. SIT ദേവസ്വം ബോർഡിൻ്റെ മിനിസൊക്കെ പരിശോധിച്ചിട്ട് ആ മിനിസിലെങ്ങും ആഗോള അയ്യപ്പ സംഗമം നടത്തിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അത് ദേവസ്വം ബോർഡാണ് നടത്തിയതെന്നുള്ള കാര്യവും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു വിവരം ആ മിനിസ് ബുക്കിനകത്തെങ്ങും കാണാനില്ല. അപ്പോൾ അത് ആര് നടത്തി, എന്തിനു നടത്തി, പണം എങ്ങോട്ടിറങ്ങി? ദേവസ്വം ബോർഡിൻ്റെ ആ സമയത്ത് ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഈ അയ്യപ്പ സംഗമം നടക്കുന്ന സന്ദർഭത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നത് പ്രശാന്താണ്. അപ്പോൾ പ്രശാന്തിന് എതിരായ ഒരു പുതിയ അഴിമതി കഥയും കൂടെ വന്നിരിക്കുന്നു. അദ്ദേഹം അവിടുന്ന് ധാരവാല ശില്പവും മറ്റും അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി അത് സ്വർണം പൂശി മടക്കിക്കൊണ്ടുവന്നെന്നൊക്കെ പറഞ്ഞതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം അത് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഏതായാലും ശബരിമല അന്വേഷണം
അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം SIT നടത്തി 90 ദിവസത്തിൻ്റെ അതിൻ്റെ കുറ്റച്ചാർജൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡിലെ പ്രസിഡന്റുമാരും മറ്റൊരു സ്റ്റാഫുകളും പതുക്കെ ഓരോരുത്തരും ജാമ്യം ലഭിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5-6 പേർക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞു. 60 ദിവസമോ 90 ദിവസം പൂർത്തിയാകുന്ന ആയാലും മറ്റുള്ളവർക്കൂടെ തീർച്ചയായിട്ടും ജാമ്യം, റിമാൻഡിൽ കിടക്കുന്നവരെ ജാമ്യം ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതേസമയത്ത് പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധൻ്റെയും KS ബൈജുവിൻ്റെയും റിമാൻഡ് 3 പേരുടെയും കഴിഞ്ഞ ദിവസം എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. അതുപോലെ ശങ്കർദാസ്, പത്മകുമാർ, അജയകുമാർ അങ്ങനെ ചിലർക്ക് ഇനി ജാമ്യം ലഭിക്കണം. അത് 90 ദിവസത്തിൻ്റെ പരിധി വരുമ്പം അവർക്കും ജാമ്യം ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ശബരിമല കേസ് 90 ദിവസത്തിനകം അത് ഒരു തരത്തിലും അത് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത വളരെ വിപുലമായ ഏരിയകളെ പോയി അന്വേഷിക്കേണ്ട ഒരു കേസാണ്. അതുകൊണ്ട് മറ്റ് കേസുകൾ പോലെ 60 ദിവസത്തിനകമോ 90 ദിവസത്തിനകമോ കുറ്റച്ചാർജ് കൊടുക്കാൻ ഈ കേസിന് കഴിയില്ല. അതുകൊണ്ട് അത്രയും ദിവസം ജയിലിൽ കിടന്ന് സ്വാഭാവിക ജാമ്യത്തിൽ പ്രതികൾ ഇറങ്ങിപ്പോകുന്നത് തെറ്റില്ല. അത് SIT കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല. അത് തീർച്ചയായിട്ടും സ്വാഭാവിക ജാമ്യം അവർക്ക് ലഭിക്കാനുള്ള അർഹതയുണ്ട് അത്രയും ദിവസം റിമാൻഡിൽ കഴിഞ്ഞാൽ. എങ്കിലും EDയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ജാമ്യത്തിൽ പോയ പലരെയും ED വിളിക്കുന്നുണ്ട്. ജയശ്രീ എന്ന ദേവസ്വം ബോർഡിലെ സെക്രട്ടറി അവർ സുപ്രീം കോടതി വരെ പോയിട്ടും ജാമ്യം ലഭിച്ചിട്ടില്ല. അവർക്ക് അസുഖബാധിതയായ ഒരു ലേഡി ആയതുകൊണ്ട് അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയത്ത് അവർ അറസ്റ്റിന് വിധേയമായേ പറ്റുള്ളൂ. അവരെ അറസ്റ്റ് ചെയ്യണം. ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് ബുക്കിലും ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾക്ക് വിപരീതമായ ചില കാര്യങ്ങൾ അവർ ചെയ്തു എന്നാണ് വാർത്ത വരുന്നത്. അതെന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ അവരും ഈ കൊള്ളയ്ക്ക് ഭാഗഭാക്കായി നിന്ന ഒരു ലേഡി തന്നെയാണ്. അതുകൊണ്ട് അവരുടെ അറസ്റ്റും അനിവാര്യമാണ്. അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ആയിക്കഴിഞ്ഞു. അവർക്ക് സുഖമില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിനുള്ള സൗകര്യങ്ങൾ ചേർത്ത് അവരെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. ഇനി 3 പേരെ കൂടി ഇമ്മീഡിയറ്റായിട്ട് അറസ്റ്റ് ചെയ്യാനുണ്ട് എന്ന് ഹൈക്കോടതിയിലെ SIT കൊടുത്ത റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. ആ അറസ്റ്റ് എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ജോലികൾ ഓരോന്നോരോന്ന് അറസ്റ്റിലേക്ക് പോകുന്നവരൊക്കെ അറസ്റ്റ് ചെയ്ത് തീർക്കണം. കുറ്റച്ചാർജ് എന്ത് വന്നാലും ശരി 6 മാസത്തിനുള്ളിൽ കൊടുക്കുന്നത് ഉചിതമായിരിക്കും. കാരണം പ്രതികളെല്ലാം ജാമ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പോകും. അതിനുശേഷം മാത്രമേ കുറ്റച്ചാർജ് കൊടുക്കാൻ കഴിയുള്ളൂ. കേസിൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് SITക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ആ വിവരങ്ങൾ SIT എല്ലാം മുഖതാവിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. ഡിവിഷൻ ബെഞ്ചിനും അതിൻ്റെ അന്വേഷണത്തിൻ്റെ രീതികളും അന്വേഷണത്തിൽ സമയമെടുക്കുമെന്നുള്ള കാര്യമൊക്കെ ഡിവിഷൻ ബെഞ്ചിനും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് SITയെ കുറ്റപ്പെടുത്തി കാണുന്നില്ല. അതേസമയത്ത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കുറ്റച്ചാർജ് കൊടുക്കാത്തതിൽ കുറ്റപ്പെടുത്തി കാണുന്നുമുണ്ട്. എന്തായാലും ഇതിൻ്റെ അന്വേഷണ രീതികളും ഇതിൽ അന്വേഷണം എടുക്കുന്ന സമയത്തെപ്പറ്റിയൊക്കെ SIT ഡിവിഷൻ ബെഞ്ചിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ഡിവിഷൻ ബെഞ്ചിന് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും അന്വേഷണം പൂർത്തിയാക്കട്ടെ. കൊടിമരത്തിൻ്റെ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സേവാ സംഗമത്തിൻ്റെ 3,40,00,000 രൂപയുടെ ചെലവിനെ പറ്റിയും അത് സ്പോൺസർ തരാത്തതിനെ പറ്റിയും SIT അന്വേഷിക്കേണ്ടി വരും. ആരാണ് ഇത്രയും വലിയൊരു അഴിമതിയുടെ പിന്നിൽ കളിച്ചതെന്ന കാര്യം കണ്ടെത്തേണ്ടിയും വരും.